വെൽക്കം ടു ലക്ഷ്മീസ് വേൾഡ്. ഇന്ന് നമ്മളൊരു മുരിങ്ങയ്ക്ക കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. തമിഴരൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ഒരു കറിയാണിത്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് 2 സ്പൂണോളം എണ്ണ എടുത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചൊരു 4 ടേബിൾ സ്പൂണോളം മല്ലിയാണ്, മുഴുത്ത മല്ലി അങ്ങോട്ട് ഇട്ട് കൊടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ഫ്രൈ ആക്കണം. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/2 സ്പൂൺ ജീരകം, നല്ല ജീരകം 1/2 സ്പൂൺ തന്നെ വേണ്ട. പിന്നെ 1 സ്പൂണോളം നമ്മൾ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്, കുരുമുളക് പൊടിയല്ല. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം. നമ്മൾ നല്ല മുളകുണ്ടെങ്കിൽ അത് നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ മുളകല്ല, മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് മുളക് പൊടി ഇട്ട് കൊടുക്കാമെന്ന് വെച്ചത്. ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ലാസ്റ്റിൽ 1 സ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്നത് കരിഞ്ഞു പോകും. നമ്മുടെ കയ്യിലുള്ള മുളക് ഒരു കാശ്മീരി ചില്ലിയാണ്, അതിന് വലിയ എരിവൊന്നുമില്ല. പിന്നെ കുരുമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് നല്ല കുരുമുളകിന് എൻ്റെ എരിവ് നല്ല എരിവായിരിക്കും. 1/4 ടേബിൾ സ്പൂണോളം നമ്മൾ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇതാണ് ഇതിൻ്റെ മെയിൻ മസാലകൾ. ഇതെല്ലാം നല്ല മൂത്ത് കഴിഞ്ഞ് നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക. ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല ഒരു കപ്പ് ഓളം, വലിയ കപ്പിന് 1 കപ്പോളം നമ്മൾ ചെറിയ ഉള്ളിയാണ് എടുത്തത്. ചെറിയ ഉള്ളി നമ്മൾ അതേപോലെ ഇട്ട് നമ്മൾ വഴറ്റുന്നതായിരിക്കും നല്ലത്. ഞാൻ ഒരു മുഴുത്ത ഉള്ളിയെല്ലാം നമ്മൾ 2ആയിട്ട് കീറിയിട്ടുണ്ട്. ബാക്കി ഉള്ളിയെല്ലാം അതേപോലെ തന്നെ ഇട്ട് കൊടുത്തു. ഈ ഉള്ളി നമ്മൾ നല്ലതുപോലെ വഴറ്റണം. അതിൻ്റെ പുറം തൊലി ചെറിയൊരു ബ്രൗൺ ആകുന്നത് വരെ വഴറ്റുക. ഒരു 5 മിനിറ്റിൽ കൂടുതൽ ഇത് നമ്മൾ എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കുക. ഇത് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമുക്ക് ഒരു പിടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു തുടം അല്ല ഒരു 1.5 തുടോളം നമ്മൾ വെളുത്തുള്ളിയാണ് പൊളിച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഉള്ളി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് കളറ് മാറിക്കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ടെടുക്കാം. ഇപ്പം നമ്മുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് നല്ലപോലെ മാറിയിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത്രയും വെളുത്തുള്ളിയാണ് ഇതിനകത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് വെളുത്തുള്ളിയുടെ ചുവയൊന്നും ഉണ്ടാകില്ല. നല്ലൊരു കറിയാണിത്. നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒപ്പത്തിനും ഒക്കെ കൂട്ടി കഴിക്കാനും 2-3 ദിവസം വെച്ചിരുന്ന് കഴിക്കാനും ഒക്കെ നല്ലതാണ്. അതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. മുരിങ്ങയ്ക്ക ഒരു 3 മുരിങ്ങയ്ക്കയാണ് ചെറുതായി കട്ട് ചെയ്ത് അകത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് മുറിച്ചിട്ടുണ്ട്. അത് നല്ലപോലെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴണ്ട് കഴിയുമ്പോൾ വേണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഹാഫ് കുക്കായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഒരു സ്വല്പം പുളി എടുത്ത് നല്ലപോലെ ഞെരടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് തന്നെ ഒരു 1.5 ഗ്ലാസ്സോളം ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിടുക. എന്നിട്ട് നമ്മൾ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം നല്ല മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. അത് വെന്ത് നല്ലപോലെ കഴിയുമ്പോൾ വേണം ആദ്യം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ നല്ലപോലെ അരച്ചത് വെള്ളം ചേർത്ത് അതിന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് കലക്കിയെല്ലാം കഴിയുമ്പോൾ അതിലേക്ക് നമ്മളൊരു 1/2 സ്പൂണോളം കായം ഇട്ട് കൊടുക്കണം. കായം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്വല്പം കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കായമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. ഒരു 3-4 മിനിറ്റും കൂടെ നമുക്ക് ഇതേ രീതിയിൽ നിന്ന്
വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. സ്വല്പം ഒരര സ്പൂണോളം നമ്മൾ ജാഗരിയാണ് ചേർത്തത്. 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഈ കറി നമുക്ക് 2 ദിവസം വെച്ചിരുന്ന് കൂട്ടാനൊക്കെ നല്ല കുറുകിയ നല്ല സൂപ്പറായിട്ടുള്ള കറി. ഈ കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രം സ്റ്റിക്കിൻ്റെ തമിഴരുടെ കുളമ്പെന്ന് പറയുന്ന കറിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി. ഓക്കെ, താങ്ക് യു.